ആര്യാവർത്തം വിളിക്കുന്നു നിന്നെ വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം ഭാരതഭൂമി നിന്നവതാരദേശം വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം ആര്യാവർത്തം വിളിക്കുന്നു നിന്നെ വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം നീയേക ശരണം നീയേക ശരണം ദുഃഖത്തിൻ കടലായി കരയുന്നു ലോകം നീ വന്നേ തീരൂ നീ മാത്രം ശരണം ദുഃഖത്തിൻ കടലായി കരയുന്നു ലോകം നീ വന്നേ തീരൂ നീ മാത്രം ശരണം വിശ്വത്തിൻ നൗക ഓ വിശ്വത്തിൻ നൗക താഴുന്നു പ്രിയനെ വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം നീയേക ശരണം നീയേക ശരണം എരിയുന്നു ലോകം കഥനത്തിൻ ചിതയിൽ തകരുന്നു ഹൃദയം കേഴുന്നു ദേഹി എരിയുന്നു ലോകം കഥനത്തിൻ ചിതയിൽ തകരുന്നു ഹൃദയം കേഴുന്നു ദേഹി പെയ്താലും സ്നേഹം ഓ പെയ്താലും സ്നേഹം ആവോളം പ്രിയനെ വന്നാലും ദേവാ ദേവാധിദേവാ നീയേക ശരണം നീയേക ശരണം നീയേക ശരണം കേഴുന്നു ലോകം വിളിക്കുന്നു നിന്നെ അണയൂ നീ നാഥ കനിവിന്റെ താതാ കേഴുന്നു ലോകം വിളിക്കുന്നു നിന്നെ അണയൂ നീ നാഥ കനിവിന്റെ താതാ വന്നാലുമരികെ ഓ വിളിക്കുന്നു നിന്നെ നിന്മക്കളല്ലേ വന്നാലും ദേവാ ദേവാധിദേവാ നീയേക
ശരണം. ആര്യാവർത്തം വിളിക്കുന്നു നിന്നെ, വന്നാലും ദേവാ ദേവാധിദേവാ, നീ ഏക ശരണം. ഭാരതഭൂമി നിന്നവതാരദേശം, വന്നാലും ദേവാ ദേവാധിദേവാ, നീ ഏക ശരണം, നീ ഏക ശരണം, നീ ഏക ശരണം. ഓം ശാന്തി. ഞാൻ അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവായ ആത്മാവാണ്. ഈ ശരീരത്തിനുള്ളിൽ, തിരുനെറ്റിക്കുള്ളിൽ, തലച്ചോറിനുള്ളിൽ ഞാൻ ആത്മാവ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു പ്രകാശ ബിന്ദുവാണ്. ഞാൻ ദിവ്യവും അലൗകികവുമായ ആത്മാവാണ്. ഞാൻ ജീവൻ മുക്ത ആത്മാവാണ്. ഞാൻ ബന്ധനമുക്ത ആത്മാവാണ്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ഈ ശരീരത്തിൻ്റെ ആകർഷണത്തിൽ നിന്നും മോഹത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ബന്ധന മുക്തമായ ആത്മാവാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ഈ ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന മോഹമുക്തമായ ആത്മാവാണ്. പവിത്ര ആത്മാവാണ്. എന്നിൽ നിന്നും പവിത്ര കിരണങ്ങൾ നിരന്തരമായി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകർഷണമുക്ത ആത്മാവാണ്. ബന്ധനങ്ങളില്ലാത്തതിനാൽ ഭാരരഹിതനായ ആത്മാവാണ്. സദാ ശാന്തിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഞാൻ.
സ്വതന്ത്രനായ ആത്മാവാണ്. ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും, അസുഖം വന്നാലും, ഈ ശരീരം വേദന നൽകിയാലും അതൊന്നും എന്നെ ബാധിക്കുന്നതേയില്ല. കാരണം ഞാൻ ശക്തിശാലിയും പവിത്രവും ബന്ധനമുക്തനുമായ ആത്മാവാണ്. സദാ എന്നിൽ ശാന്തി നിറഞ്ഞിരിക്കുന്നു. സദാ ഞാൻ ഭാരരഹിതനാണ്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ബന്ധനമുക്തനായി ഞാൻ ആത്മാവും അതീന്ദ്രിയ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളിൽ നിന്നും ഉപരിയായി ഞാൻ എൻ്റെ തന്നെ ആത്മീയതയുടെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ സുഖസ്വരൂപമായ ആത്മാവാണ്. ഞാൻ സദാ സുഖത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ജീവൻ മുക്ത ആത്മാവാണ്. ബന്ധനമുക്ത ആത്മാവാണ്. അതിനാൽ ഞാൻ സദാ ആനന്ദത്തിലാണ്. ഞാൻ ആനന്ദ സ്വരൂപമായ ആത്മാവാണ്. ആത്മാവായ എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ആത്മാവ് ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ ഇരുന്നു കൊണ്ടും ദേഹധാരികളുടെ കൂടെ ഇരുന്നു കൊണ്ടും ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധികളും എന്നെ ബാധിക്കുന്നതേയില്ല. ഞാൻ ആ പ്രതിസന്ധികളെല്ലാം സഹജമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. നിന്ന, സ്തുതി, മാനം, അപമാനം ഇവയിൽ നിന്നെല്ലാം ഞാൻ ഉപരിയാണ്. സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളുമായി അവരുടെ എന്തെല്ലാം കുറവുകൾ കണ്ടാലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ അല്പം പോലും അതിൻ്റെ പ്രഭാവം എന്നെ ബാധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ സ്വാധീനം ചെലുത്തുന്നില്ല. ഓരോരുത്തരും അവരവരുടെ പാർട്ട് ഭംഗിയായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള സ്വഭാവ സംസ്കാരങ്ങളുള്ളവരെ കണ്ടിട്ടും എന്നിൽ നിന്നും അവരിലേക്ക് സ്നേഹത്തിൻ്റെ കിരണങ്ങളാണ്, തരംഗങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബന്ധനമുക്ത ആത്മാവായതിനാൽ എൻ്റെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. ഉപദ്രവിക്കുന്നവർക്ക് പോലും ഉപകാരം ചെയ്യുന്ന സ്ഥിതിയിലാണ് ഞാനിപ്പോൾ. അവരെ ഞാൻ സ്നേഹിക്കുന്നു, അവർക്ക് ഞാൻ ബഹുമാനവും നൽകുന്നു. സദാ എന്നിൽ നിന്നും അവരിലേക്ക് ആശീർവാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ പെരുമാറ്റത്തിലൂടെയും സദാ ആശീർവാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തരംഗങ്ങളാണ് നിരന്തരം പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ബന്ധനമുക്ത, ജീവൻ മുക്ത ആത്മാവാണ്. സദാ സന്തോഷത്തിൽ ഞാനിരിക്കുന്നു. സദാ സർവരെയും പ്രതി ശുഭഭാവന, ശുഭകാമന എന്നിൽ നിന്നും സ്വതവേ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആരോടും മോഹമില്ല, വെറുപ്പും വൈരാഗ്യവുമില്ല.
ഞാൻ തികച്ചും സ്വതന്ത്രമാണ്. സർവരെയും ഞാൻ ബഹുമാനിക്കുന്നു, ആശീർവദിക്കുന്നു.
സദാ എന്നിൽ നിന്നും പ്രകൃതിയിലേക്കും പവിത്ര കിരണങ്ങൾ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ പ്രകൃതിയും എന്നെ ബഹുമാനിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു. എന്നിലെ പവിത്രതയുടെ കിരണങ്ങൾ പഞ്ചതത്വങ്ങളെ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ദുർബലതകൾ അകന്നില്ലാതാകുന്നു. അവർ ശക്തിശാലികളായി തീർന്നിരിക്കുന്നു. പഞ്ചതത്വങ്ങളും അവരുടെ ചഞ്ചലതകൾ ഇല്ലാതാക്കിയിരിക്കുന്നു. സദാ എന്നിൽ നിന്നും പവിത്രതയുടെ കിരണങ്ങൾ പഞ്ചതത്വങ്ങളിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ പഞ്ചതത്വങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ചഞ്ചലതകൾ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ സർവചരാചരങ്ങളിലേക്കും എന്നിലെ ദിവ്യപ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സർവ മനുഷ്യരിലേക്കും എന്നിലെ സദോപ്രധാന സ്വഭാവം പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവചരാചരങ്ങളും മനുഷ്യാത്മാക്കളും അവരുടെ യഥാർത്ഥമായ സ്ഥിതിയിലേക്ക്, പവിത്ര സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ജീവൻ മുക്ത ബന്ധനമുക്താത്മാവാണ്, ദാതാവാണ്. നൽകുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ മാസ്റ്റർ ദാതാവാണ്. ബന്ധനമുക്ത ജീവൻ മുക്ത ആത്മാവായതിനാൽ സദാ എന്നിൽ ദിവ്യമായ ഗുണങ്ങളുടെയും ശക്തികളുടെയും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുന്നു. സദാ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും സ്വതവേ തന്നെ സമർത്ഥ ചിന്തകൾ ഉണർന്നുകൊണ്ടേയിരിക്കുന്നു. വ്യർത്ഥത്തിൽ നിന്നും ഞാൻ തികച്ചും ഉപരിയാണ്. ഞാൻ ബന്ധനമുക്ത ജീവൻ മുക്ത ആത്മാവാണ്, സ്വതന്ത്രമായ ആത്മാവാണ്.
ഭാരരഹിതമായ ആത്മാവാണ്. ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ഭ്രൂമധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശരീരത്തിലൂടെ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടും അതിൻ്റെ പ്രഭാവം എന്നെ സ്വാധീനിക്കുന്നില്ല. കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വേറിട്ടതാണ്. ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അതിലെ ജയമോ പരാജയമോ എന്നെ സ്വാധീനിക്കുന്നില്ല. സദാ എന്നിൽ ഞാൻ നിമിത്തം മാത്രമാണെന്നുള്ള ആ സ്മൃതി സ്വതവേ എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. കേവലം ഞാൻ ഒരു നിമിത്തം മാത്രം, ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. ഈ ശരീരം ഉപയോഗിച്ച് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഞാൻ അതിൽ നിന്ന് വേറിട്ടതുമാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും എന്നിൽ സ്വതവേ ഈ സ്മൃതി ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. ഞാൻ കേവലം ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ കർമ്മേന്ദ്രിയ ജീത്താണ്. ഞാൻ ജീവൻ മുക്ത ആത്മാവാണ്. ബന്ധനമുക്ത ആത്മാവാണ്. കർമാതീത ആത്മാവാണ് ഞാൻ. കർമ്മത്തിൻ്റെയോ കർമ്മത്തിൻ്റെ റിസൾട്ടിൻ്റെയോ അനുഭവത്തിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ഉപരിയായിരിക്കുന്ന ജീവൻ മുക്ത ആത്മാവാണ് ഞാൻ. ബന്ധനമുക്ത ആത്മാവാണ് ഞാൻ. സ്വതന്ത്രനായ ആത്മാവാണ് ഞാൻ.
സദാ എൻ്റെ സ്മൃതി ഒരേ ഒരു ബാബ മാത്രം. സദാ എൻ്റെ ഓർമ്മകളിൽ, ചിന്തകളിൽ ഒരു ബാബയല്ലാതെ രണ്ടാമതൊരാണ് ഞാൻ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും സദാ ഞാൻ പരന്ധാമ നിവാസിയാണ്. ഞാൻ ഈ ശരീരത്തിൽ, ഈ ലോകത്തിൽ അല്പസമയത്തേക്കുള്ള യാത്രക്കാരനാണ്. ഞാൻ അതിഥിയാണ്. ബാബയിൽ നിന്നും സദാ എന്നിലേക്ക് സർവഗുണങ്ങളുടെയും ശക്തികളുടെയും പ്രകാശം പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സദാ പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ലൗലീന ആത്മാവാണ് ഞാൻ. ഈ ദേഹത്തിൽ നിന്നും, ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും തികച്ചും വേറിട്ട ആത്മാവാണ് ഞാൻ. പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന പരമാത്മ പ്രിയതമ ആത്മാവാണ് ഞാൻ. പരമാത്മാവിൻ്റെ ദിൽരുബയാണ് ഞാൻ. ഹൃദയേശ്വരൻ്റെ ദിൽരുബ. പ്രിയതമ, ആത്മീയ പ്രിയതമ. ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന എന്നിൽ നിന്നും ആത്മീയ സ്നേഹത്തിൻ്റെ ശക്തിയുടെ കിരണങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. സർവർക്കും ഈശ്വരനോടുള്ള പ്രേമം ഉണർന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി എന്നിൽ നിന്നും ആത്മീയ സ്നേഹം, ആത്മീയ ശക്തി, ആത്മീയ സുഖം, ആത്മീയ ശാന്തി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ജീവൻ മുക്ത, ബന്ധനമുക്ത ആത്മാവാണ് ഞാൻ. പരമാത്മാവിൻ്റെ പ്രിയ സജ്ഞിയാണ് ഞാൻ.
സർവേഷാം
शिव की याद रहेगी तब आँखों में समा